ഹായ്. ഓഡിയോ, വീഡിയോ, സ്ലൈഡ് എല്ലാം ഓക്കെ അല്ലേ? നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരണേ. ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ റിവർ മഞ്ചേശ്വരം പുഴയാണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മഞ്ചേശ്വരം പുഴയെ കുറിച്ചാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബാലപ്പൂണി കുന്നുകളിൽ നിന്നുമാണ്. എവിടെ നിന്നാണ് മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവം? എവിടെയാണ്? ബാലപ്പൂണി കുന്നുകളിൽ നിന്നുമാണ്. ഈ ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മഞ്ചേശ്വരം പുഴ എവിടെയാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഉപ്പളക്കായലിലാണ് ഇതിന്റെ പതനസ്ഥാനം. കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. അപ്പൊ ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് ഉപ്പളക്കായലിലാണ് ഇത് പതിക്കുന്നത്. 16 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഏത് ജില്ലയിലൂടെയാണ് ഇത് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഏത് ജില്ലയിലൂടെയാണ്? കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതിനെ കുറിച്ച് പഠിക്കാനുള്ളൂ? നമുക്ക് മഞ്ചേശ്വരം പുഴയെ കുറിച്ച് പഠിക്കാനുള്ളൂ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. നീളം എത്രയാണ്? 16 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബാലപ്പൂണി കുന്നിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകിയിട്ട് എവിടെ പതിക്കുകയാണ്? ഉപ്പളക്കായലിലാണ് ഇതിന്റെ പതനസ്ഥാനം. എവിടെയാണ്? ഉപ്പളക്കായലിലാണ് ഇത് പതിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുകൂടെ ഒഴുകുന്ന നദിയാണ് ഏതാണ്? നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുകൂടെ ഒഴുകുന്നത് നെയ്യാറ് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുകൂടെ ഒഴുകുന്ന നദിയാണ് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുകൂടെ ഒഴുകുന്ന നദിയായിട്ട് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, കേരളത്തിലെ ഏറ്റവും ചെറുനദിയായിട്ട് പറയുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ദെൻ ഇതിനെ തലപ്പാടി പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മഞ്ചേശ്വരം പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തലപ്പാടി പുഴ. തലപ്പാടി പുഴ എന്ന് അറിയപ്പെടുന്നതും ഏതിനെയാണ്? മഞ്ചേശ്വരം പുഴ തന്നെയാണ് തലപ്പാടി പുഴ എന്നും അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കൻ അറ്റത്തെ, ഓക്കെ, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നെയ്യാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി നമ്മൾ പറഞ്ഞു 16 കിലോമീറ്ററേ ഉള്ളൂ നീളം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായിട്ട് പറയുന്നത് ഏതിനെയാണ്? മഞ്ചേശ്വരം പുഴയാണ്. ദെൻ ഇതിനെ തലപ്പാടി പുഴ എന്നും വിളിക്കുന്നുണ്ട്. തലപ്പാടി എന്ന ഗ്രാമത്തിലൂടെ ഇത് ഒഴുകുന്നുണ്ട്. തലപ്പാടി എന്ന ഗ്രാമത്തിലൂടെ ഇത് ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇതിനെ എന്തും വിളിക്കുന്നുണ്ട്? തലപ്പാടി പുഴ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൊടങ്ങരപ്പള്ളം പുഴയാണ്. ഓക്കെ, തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്ന്, പാലക്കാട് ജില്ലയിലെ കേരള തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നുമാണ് ഏതിന്റെ ഉത്ഭവം? കൊടങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. എന്നിട്ട് അത് നേരെ പോയിട്ട് പതിക്കുന്നത് എവിടെയാണ്? ഭവാനി പുഴയിലാണ്. അപ്പൊ തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ പതിക്കുന്ന നദിയാണ് ഏതാണ്? കൊടങ്ങരപ്പള്ളം പുഴ. ഇത് അട്ടപ്പാടിയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. അപ്പൊ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി കൂടെയാണ് ഏതാണ്? കൊടങ്ങരപ്പള്ളം പുഴയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് കേട്ടോ. ഇതൊരു എന്താ പറയാ നദിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഇതിന് ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ലെങ്ത് ഉള്ളൂ. നമുക്കറിയാം നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു പുഴയാണ് കൊടങ്ങരപ്പള്ളം എന്ന് പറയുന്നത്. വനനശീകരണത്തിന്റെ ഭാഗമായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ഒരു പുഴയാണ്. ദെൻ പുനർജനി എന്ന ഒരു പദ്ധതിയിലൂടെ ഈ പുഴയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ പുനർജീവനി പദ്ധതി എന്താണ്? കൊടങ്ങരപ്പള്ളം പുഴ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയിരുന്നു. ഇതിന്റെ ഒഴുക്ക് പുനർജനി പദ്ധതിയിലൂടെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ വനനശീകരണമാണ് പുഴയുടെ വറ്റിപ്പോകലിന് കാരണമായിട്ടുണ്ടായിരുന്നത്. ഈ പുഴ വറ്റിപ്പോകാൻ കാരണമായിട്ടുണ്ടായിരുന്നത് എന്താണ്? വനനശീകരണമാണ്, മഴക്കുഴികൾ, ചെറുതടയണകൾ, കാട് വെച്ച് പിടിപ്പിക്കൽ എന്നിവയിലൂടെയാണ് വീണ്ടും ഈ നീരൊഴുക്ക് ഉറപ്പാക്കിയത്. ഈ പുഴയിലെ നീരൊഴുക്ക് വീണ്ടും ഉറപ്പാക്കിയത് എങ്ങനെയാണ്? മഴക്കുഴികൾ ഉണ്ടാക്കി, ചെറുതടയണകൾ സൃഷ്ടിച്ചു, കാട് വെച്ച് പിടിപ്പിച്ചൊക്കെയാണ് ഇത് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ പുനർജനി പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? കൊടങ്ങരപ്പള്ളം പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് പുനർജനി പദ്ധതി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ പുഴയായിരുന്നു ഇത്. ഇതിന്റെ ഒഴുക്ക് പുനർജനി പദ്ധതിയിലൂടെയാണ് വീണ്ടെടുത്തത്. വനനശീകരണമാണ് പുഴയുടെ വറ്റിപ്പോകലിന് കാരണമായിട്ടുണ്ടായിരുന്നത്. മഴക്കുഴികൾ, ചെറുതടയണകൾ, കാട് വെച്ച് പിടിപ്പിക്കൽ എന്നിവയിലൂടെയാണ് വീണ്ടും നീരൊഴുക്ക് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ പിന്നെ നമുക്ക് വരുന്നതാണ് ഏത്? മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 54 കിലോമീറ്റർ ആണ്. ഓക്കെ, മയ്യഴിപ്പുഴയുടെ നീളം എത്രയാണ്? 54 കിലോമീറ്റർ ആണ് മയ്യഴിപ്പുഴയുടെ നീളം. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? വയനാടൻ കുന്നുകളിൽ നിന്നാണ്. വയനാടൻ ചുരത്തിന്റെ ഭാഗമായിട്ടുള്ള വയനാടൻ കുന്നുകളിൽ നിന്നുമാണ് ഏത്? മയ്യഴിപ്പുഴ ഉത്ഭവിക്കുന്നത്. വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇത് അറബിക്കടലിൽ പതിക്കുകയാണ്. നമുക്കറിയാം മാഹിയിലൂടെയാണ്, പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി അഥവാ മയ്യഴിയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഓക്കെ, ഇത് കേരള
പുതുച്ചേരി അതിർത്തിയായിട്ടും ഇതെന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏതാണ്, വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് മാഹിയിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്, 54 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്, 54 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളമായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മയ്യഴിപ്പുഴയെ അറിയപ്പെടുന്നത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത്, മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്, എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്, മയ്യഴിയാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത്. ദെൻ മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്, എം മുകുന്ദനാണ്. ഓക്കെ, മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ മറക്കണ്ട, മയ്യഴിപ്പുഴയെ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്നു. മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്, എം മുകുന്ദനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്നത് ഏതാണ്, ചന്ദ്രഗിരിപ്പുഴയാണ്. ചന്ദ്രഗിരിപ്പുഴ ഏത് ജില്ലയിലൂടെയാണ് ചന്ദ്രഗിരിപ്പുഴ ഒഴുകുന്നത്, അറിയാവോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, എങ്കിലും പറ, ഏത് ജില്ലയിലൂടെയാണ് ചന്ദ്രഗിരിപ്പുഴ ഒഴുകുന്നത്? കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് അല്ലെ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയായിട്ട് പറയുന്നത് ഏതിനെയാണ്, ഈ ചന്ദ്രഗിരിപ്പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി. പട്ടിഗഡ് വനത്തിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. പട്ടിഗഡ് എന്ന് പറയുന്നത് കർണാടകത്തിലെ കൂർഗ് ഭാഗമായിട്ടുള്ള ഒരു വനപ്രദേശമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള കൂർഗ് പ്രദേശമാണ് ഈ പട്ടിഗഡ്. ഈ പട്ടിഗഡിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏതാണ്, ചന്ദ്രഗിരിപ്പുഴയാണ്. ഓക്കെ, അപ്പൊ ചന്ദ്രഗിരിപ്പുഴ ഏതാണ്, പട്ടിഗട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചന്ദ്രഗിരിപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, പട്ടിഗഡ്. ഓക്കെ, പട്ടിഗഡ് എന്ന് പറയുന്നത് എവിടെയാണ്, കൂർഗ് വനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനപ്രദേശമാണ്. കർണാടകയിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകി അറബിക്കടലിൽ, കാസർഗോഡ് ജില്ല മീൻസ് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് കേട്ടോ. സുള്ളിയ എന്ന് പറയുന്ന കാസർഗോഡ് കർണാടകയിലെ സുള്ളിയ എന്ന പട്ടണത്തിലൂടെ ഒഴുകുന്നത് ഏതാണ്, ഈ ഒരു നദിയാണ്. പക്ഷേ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏതാണ്, ചന്ദ്രഗിരിപ്പുഴയാണ്. ഓക്കെ, ഏതാണ്, കാസർഗോഡ് ജില്ലയെ ഏത് ആകൃതിയിലാണ്, യു ആകൃതിയിൽ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ചന്ദ്രഗിരിപ്പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ചന്ദ്രഗിരി എന്ന പേര് കിട്ടിയിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ഇത് മലയാളക്കരയ്ക്കും അതുപോലെ തന്നെ തുളുനാടിനും ഇടയിലുള്ള പരമ്പരാഗത അതിരായിട്ട് ആ കാലഘട്ടത്തിൽ, അതായത് രാജവംശ കാലഘട്ടത്തിൽ കോലത്തുനാട്, അതാണ് മലയാളക്കര, ദെൻ കർണാടക അഥവാ തുളുനാട്, ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പരമ്പരാഗത അതിർത്തിയായിട്ടാണ് ഈ നദി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചന്ദ്രഗിരിപ്പുഴ പയസ്വിനി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രഗിരിപ്പുഴയെ പയസ്വിനി എന്ന് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ. പയസ്വിനിപ്പുഴ എന്ന് ചന്ദ്രഗിരിപ്പുഴക്ക് അറിയപ്പെടുന്നുണ്ട്. എവിടെയാണ് പയസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്, കർണാടകയിലാണ്. അപ്പൊ കർണാടകയിൽ പയസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഓക്കെ, കർണാടകയിൽ പയസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്, ചന്ദ്രഗിരിപ്പുഴയാണ് ഇപ്രകാരം അറിയപ്പെടുന്നത്. അപ്പൊ കാസർഗോഡ് ജില്ലയെ ഏത് ആകൃതിയിലാണ് ഇത് ചുറ്റി ഒഴുകുന്നത്, യു ആകൃതിയിൽ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏതാണ്, ചന്ദ്രഗിരിപ്പുഴയാണ്. അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ്, മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദെൻ ഇത് മലയാളക്കര അഥവാ കോലോത്ത് നാടിനും തുളുനാട്, ഓക്കെ, കർണാടകയുടെ ഭാഗമായിട്ടുള്ള തുളുനാടിനും ഇടയിലെ പരമ്പരാഗത അതിരായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കണക്കാക്കപ്പെടുന്നത്. ചന്ദ്രഗിരിപ്പുഴയെ പയസ്വിനി എന്നും വിളിക്കുന്നുണ്ട്. പയസ്വിനി എന്ന് വിളിക്കുന്നത് എവിടെയാണ്, കേരളക്കാരല്ല കർണാടകക്കാരാണ് ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്, പയസ്വിനിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. കർണാടകയിലാണ് പയസ്വിനിപ്പുഴ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ദെൻ പണ്ട് കാലത്ത് പെരുമ്പുഴ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഓക്കെ, പണ്ട് കാലത്ത് പെരുമ്പുഴ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതിനെയാണ്, നമ്മുടെ ചന്ദ്രഗിരിപ്പുഴയാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ പെരുമ്പുഴ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതിനെയാണ്, ചന്ദ്രഗിരിപ്പുഴയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ ചന്ദ്രഗിരിപ്പുഴ. ഓക്കെ, നെക്സ്റ്റ് വരുന്നു കല്ലടയാർ. ഏത് ജില്ലയിലൂടെയാണ് കല്ലടയാർ ഒഴുകുന്നത്, പെട്ടെന്ന് പറഞ്ഞോ. കല്ലടയാർ ഒഴുകുന്ന ജില്ല ഏതാണ്, ഏത് ജില്ലയിലൂടെയാണ് കല്ലടയാർ ഒഴുകുന്നത്? കുളത്തുപുഴ വനത്തിൽ നിന്നുമാണ് കല്ലടയാറിന്റെ ഉത്ഭവം. ഓക്കെ, എവിടെ നിന്നാണ്, കുളത്തുപുഴ വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കല്ലടയാർ പതിക്കുന്നത് എവിടെയാണ്, കൊല്ലം ജില്ലയിലൂടെ ഒഴുകി അത് പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ഓക്കെ,
കുളത്തുപുഴ വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കല്ലടയാറ് കൊല്ലം ജില്ലയിലൂടെ ഒഴുകിയിട്ട് എവിടെയാണ് ഇതിന്റെ പതനസ്ഥാനം? എവിടെയാണ്? അഷ്ടമുടിക്കായലാണ് ഇതിന്റെ പതനസ്ഥാനം. ദെൻ കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഏതാണ് കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം? ഏതാന്ന് പറയാൻ പറ്റുമോ? കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടമാണ്. ഓക്കെ, കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പാലരുവി വെള്ളച്ചാട്ടമാണ്. കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ്. ഏതാണ്? പാലരുവി വെള്ളച്ചാട്ടമാണ്. ദെൻ അതുപോലെ തന്നെ കല്ലടയാറിന് കുറുകെ പ്രസിദ്ധമായ ഒരു തൂക്കുപാലം കൂടെ പണിതു വെച്ചിട്ടുണ്ട്. ഏതാണ് കല്ലടയാറിന് കുറുകെയുള്ള പ്രസിദ്ധമായ തൂക്കുപാലം? കല്ലടയാറിന് കുറുകെയുള്ള പ്രസിദ്ധമായ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലമാണ്. ഓക്കെ, ഏതാണ്? പുനലൂർ തൂക്കുപാലം. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമാണ്. 1877 പണിതിട്ടുണ്ട്. കല്ലടയാറിന് കുറുകെയാണ്. ആൽബർട്ട് ഹെൻറി ആണ് ഇതിന്റെ ശില്പിയൊക്കെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാലങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പറയാം. എനിവേ, ഈ പുനലൂർ തൂക്കുപാലം ഏതിന് കുറുകെയാണ്? കല്ലടയാറിന് കുറുകെയാണ്. ദെൻ കല്ലടയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കല്ലടയാറിന്റെ പ്രധാന പോഷക നദികൾ കല്ലടയാറിന്റെ പ്രധാന പോഷക നദികളാണ് കുളത്തുപുഴ, ചെന്തുരുണി, കൽത്തുരുത്തി എന്നിവയൊക്കെയാണ് ഏതാണ്? കല്ലടയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതിനെ കുറിച്ചാണ്? കല്ലടയാറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എവിടെ നിന്നാണ് കല്ലടയാറിന്റെ ഉത്ഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളത്തുപുഴ വനത്തിൽ നിന്നുമാണ്. കുളത്തുപുഴ വനത്തിൽ നിന്നും ഉത്ഭവിച്ച് കൊല്ലം ജില്ലയിലൂടെ ഒഴുകിയിട്ട് അഷ്ടമുടിക്കായലിലാണ് ഇത് പതിക്കുന്നത്. അഷ്ടമുടിക്കായലില് കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടിച്ചേരുന്ന ഭാഗത്ത് വേറൊരു സംഭവം ഉണ്ട്, അറിയോ? കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണ്? മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലും കല്ലടയാറും കൂടിച്ചേരുന്ന പ്രദേശത്താണ് ഏതുള്ളത്? മൺട്രോ തുരുത്തുള്ളത്. ദെൻ അതുപോലെ തന്നെ കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് ഏതാണ്? പാലരുവി വെള്ളച്ചാട്ടം. ദെൻ കല്ലടയാറിന് കുറുകെയുള്ള പ്രസിദ്ധമായ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം കേരളത്തിലെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് 1877 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ശില്പിയായിരുന്നത് ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറി ആണ്. ദെൻ കുളത്തുപുഴ നമ്മുടെ കല്ലടയാറിന്റെ പ്രധാന പോഷക നദികളാണ് കുളത്തുപുഴ, ചെന്തുരുണി, കൽത്തുരുത്തി എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് റിവർ അഞ്ചരക്കണ്ടിപ്പുഴ. ഏത് ജില്ലയിലൂടെയാണ് അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത്? അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന നദി ജില്ല ഏതാണ്? ഏത് ജില്ലയിലൂടെയാണ്? സോറി, കണ്ണൂർ ജില്ലയാണ്. എല്ലാവർക്കും അറിയാം. ഇത് ഉത്ഭവിക്കുന്ന കണ്ണോത്ത് വനത്തിൽ നിന്നാണ്. തലശ്ശേരിക്കടുത്ത് കണ്ണോത്ത് വനത്തിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. കണ്ണോത്ത് വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന അഞ്ചരക്കണ്ടിപ്പുഴയുടെ പതനസ്ഥാനം കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകിയിട്ട് അറബിക്കടലിലാണ് ഇത് പതിക്കുന്നത്. ഓക്കെ, അപ്പം അഞ്ചരക്കണ്ടിപ്പുഴ എവിടെ നിന്നാണ്? കണ്ണോത്ത് വനത്തിൽ നിന്നും ഉത്ഭവിച്ച് കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകിയിട്ട് എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ, അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോടും കപ്പുത്തോടും. ഓക്കെ, അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് ചോദിച്ചാൽ ഇടുമ്പത്തോടും കപ്പുത്തോടുമാണ് അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ദെൻ അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് പ്രസിദ്ധമായ ഒരു ദ്വീപ് ഉണ്ട്. ഏതാണ് അഞ്ചരക്കണ്ടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രസിദ്ധമായ ദ്വീപാണ്? ധർമ്മടം ദ്വീപ്. ഓക്കെ, അപ്പൊ ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് പ്രസിദ്ധമായ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ അഞ്ചരക്കണ്ടിപ്പുഴയിൽ ഒരു തൂക്കുപാലമുണ്ട്, പ്രസിദ്ധമായ മറ്റൊരു തൂക്കുപാലമുണ്ട്. ഏതാണ്? അഞ്ചരക്കണ്ടിപ്പുഴക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പ്രസിദ്ധമായ തൂക്കുപാലമാണ് പെരളശ്ശേരി തൂക്കുപാലം. ഓക്കെ, പെരളശ്ശേരി തൂക്കുപാലം ഏതിന് കുറുകെയാണ്? അഞ്ചരക്കണ്ടി പുഴക്ക് കുറുകെയാണ് പെരളശ്ശേരി തൂക്കുപാലം ഉള്ളത്. അപ്പം നമ്മൾ ഏതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? അഞ്ചരക്കണ്ടി പുഴയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഏതാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. അഞ്ചരക്കണ്ടി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കണ്ണോത്ത് വനത്തിൽ നിന്നുമാണ്. ഓക്കെ, കണ്ണോത്ത് വനത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഇത് നേരെ കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകി നേരെ വന്ന് പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. മുഴുപ്പിലങ്ങാട് വെച്ചിട്ട് അറബിക്കടലിലാണ് ഇത് പതിക്കുന്നത്. ദെൻ ഇവിടെയാണ് ധർമ്മടം ദ്വീപ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ധർമ്മടം ദ്വീപ് നിർമ്മിച്ചതല്ല, ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. ദെൻ പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. ദെൻ അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഇടുമ്പത്തോടും കപ്പത്തോടുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ തൂതപ്പുഴ. ഏതാണ് തൂതപ്പുഴ?
എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ് തൂതപ്പുഴ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ദെൻ അത് നേരെ വന്ന് പതിക്കുന്ന ഭാരതപ്പുഴയിലാണ്. കാരണം ഭാരതപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് തൂതപ്പുഴ. ഓക്കെ. ദെൻ തൂതപ്പുഴയുടെ പോഷക നദികളാണ് കുന്തിപ്പുഴ, കരിമ്പുഴ. പോഷക നദി വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഈ കുന്തിപ്പുഴയും കരിമ്പുഴയും കൂടിച്ചേരുമ്പോഴാണ് തൂതപ്പുഴയായിട്ട് മാറുന്നത് എന്ന് വേണമെങ്കിലും പറയാം. എനിവേ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതപ്പുഴയിൽ അവസാനിക്കുന്നു. ഇതിന്റെ പോഷക നദികളാണ് കുന്തിപ്പുഴയും കരിമ്പുഴയുമാണ് ഇതിന്റെ പോഷക നദികളായിട്ട് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ പിന്നെ ഓർത്തു വെക്കേണ്ടത് ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് തൂതപ്പുഴ. ഞാൻ നേരത്തെ പറഞ്ഞു, ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏതാണ്? തൂതപ്പുഴയാണ് ഏറ്റവും വലിയ പോഷക നദി. ദെൻ അതുപോലെ തന്നെ ഇത് പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ്. തൂതപ്പുഴ എന്ന് പറയുന്നത് പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് തൂതപ്പുഴ. ഇന്നത്തെ സെഷൻ വളരെ ചെറിയ സെഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് റിവേഴ്സിൽ 2 സെഷനാണ് ചെയ്യാനുള്ളത്. ഒന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, അത് 3 നദികളേ ഉള്ളൂ. അത് ചെറിയൊരു സെഷൻ ഉണ്ട്. പിന്നെ നദികളെ കുറിച്ച്, പ്രധാനപ്പെട്ട നദികളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നദികളെ കുറിച്ച് റാൻഡം ആയിട്ടുള്ള ഓരോ നദികളെ കുറിച്ചുള്ള ഓരോരോ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, റാൻഡം ആയിട്ടുള്ള, അത് വേറൊരു സെഷൻ. അങ്ങനെ 2 സെഷനും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടും ചെറിയ സെഷനുകളായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? അപ്പൊ ഇനി അടുത്ത സെഷനിൽ നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, അതിനുശേഷം ഓരോ നദികളെ കുറിച്ച് നമുക്ക് ചെറിയ ചെറിയ പോയിന്റ്സ് പറയാനുണ്ട്, അപരനാമങ്ങൾ, കാര്യങ്ങൾ, അതും ആയിട്ട് ആ ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യും, നദികളുടെ ടോപ്പിക് കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, സി യു. ആ 3 നദികൾ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ഏതാ? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. അതില് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് കബനി നദിയെ കുറിച്ചാണ്. ഓക്കെ, കബനി നദിയുടെ നീളം എന്ന് പറയുന്നത് 240 കിലോമീറ്റർ ആണ്. കബനി നദിയുടെ ടോട്ടൽ ലെങ്ത്. ഓക്കെ, കബനി നദിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 240 കിലോമീറ്റർ ആണ് കബനി നദിയുടെ ടോട്ടൽ ലെങ്ത്. എന്നാൽ ഇത് കേരളത്തിലൂടെ 240 കിലോമീറ്ററും ഒഴുകുന്നുണ്ടോ? ഇല്ല. കേരളത്തിലൂടെ ഇത് ഒഴുകുന്നത് എത്രയാണ്? 56.6 കിലോമീറ്റർ മാത്രമാണ് ഇത് കേരളത്തിലൂടെ ഒഴുകുന്നത്. അപ്പൊ കബനി നദിയുടെ ടോട്ടൽ ലെങ്ത് 240 കിലോമീറ്റർ. ഇത് കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 56.6 കിലോമീറ്റർ മാത്രമാണ് ഇത് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഓക്കെ, ദെൻ എവിടെ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നുമാണ് കബനി നദിയുടെ ഉത്ഭവം? എവിടെയാണ് കബനി നദി ഉത്ഭവിക്കുന്നത്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഇത് വയനാട് ജില്ലയിലൂടെ ഒഴുകിയിട്ട് എവിടെയാണ്? കാവേരി നദിയിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കബനി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? വയനാട്ടിലെ തൊണ്ടാർമുടി. ഓക്കെ, വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിച്ച് വയനാട് ജില്ലയിലൂടെ ഒഴുകി കാവേരി നദിയിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് കാവേരി, നമുക്കറിയാം കാവേരി നമുക്ക് തമിഴ്നാട്ടിലൂടെയും ഒഴുകുന്നുണ്ട്, കർണാടകയിലൂടെയും ഒഴുകുന്നുണ്ട്. സോ കർണാടകയിൽ കാവേരിയിൽ പോയി പതിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ഒരു മിനിറ്റ്, ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതനസ്ഥാനം പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ കബനിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കബനിയുടെ പ്രധാന പോഷക നദികളായിട്ട് പറയുന്നത്, കബനിയുടെ പ്രധാന പോഷക നദികളാണ് മാനന്തവാടി പുഴയും അതുപോലെ തന്നെ പനമരം പുഴയുമാണ്. ഓക്കെ, കബനി നദിയുടെ പ്രധാന പോഷക നദികളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? കബനി നദിയുടെ പ്രധാന പോഷക നദികൾ എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? യെസ്, പ്രധാനപ്പെട്ട പോഷക നദികളാണ് മാനന്തവാടി പുഴയും അതുപോലെ തന്നെ പനമരം പുഴയുമാണ്. ദെൻ കബനി നദിയിൽ പ്രസിദ്ധമായ ഒരു അണക്കെട്ടുണ്ട്. ഏതാണ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രസിദ്ധമായ അണക്കെട്ട്? ഏതാണ്? കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. എന്താണ്? എർത്ത് ഡാം ആണ്. ഇതിന്റെ ശരിക്ക് ചോദിക്കുകയാണെങ്കിൽ കബനി നദിയുടെ ഒരു കൈവഴിയുണ്ട് കരമനത്തോട് എന്ന പേരിൽ. അതിലാണ് സത്യം പറഞ്ഞ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ PSC എപ്പോഴും ചോദിക്കാറുള്ളത് കബനി നദി എന്ന ആൻസർ പറയുന്നോണ്ടാണ് ഞാൻ ഇവിടെ കബനി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനിയുടെ ഒരു കൈവഴിയായിട്ടുള്ള കരമനത്തോട്ടിലാണ് അത് എന്ത് ചെയ്യുന്നത്? അത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ PSC പർപ്പസിന് വേണ്ടി നമ്മൾ പഠിക്കുക എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? കബനിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കബനി നദിയിൽ ഒരു ദ്വീപ് ഉണ്ടല്ലോ, ഒരു ദ്വീപ് സമൂഹം തന്നെയുണ്ട്. ഏതാണ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ദ്വീപ്? ഏതാണ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ഏതാണ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ഏതാ?
യെസ്, എല്ലാവർക്കും അറിയാം കുറുവ ദ്വീപ്. ഓക്കെ, കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കബനി നദിയിലാണ് ഏതുള്ളത്? കുറുവ ദ്വീപ് ഉള്ളത് എവിടെയാണ്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് ഉള്ളത്. ദെൻ കബനി നദിയുടെ തീരത്തുള്ള ഒരു ദേശീയോദ്യാനമുണ്ട്. ഏതാണ് കബനി നദിയുടെ തീരത്തുള്ള ദേശീയോദ്യാനം? ദേശീയോദ്യാനം മാത്രമല്ല, ടൈഗർ റിസർവും കൂടെയാണ്. ഏതാണ് കബനി നദിയുടെ തീരത്തുള്ള ദേശീയോദ്യാനം അഥവാ ടൈഗർ റിസർവ്? ഓക്കെ, അതാണ് ടൈഗറിന്റെ ഫോട്ടോ തന്നെ വെച്ചത്. ഏതാണത്? നാഗർഹോള ദേശീയോദ്യാനമാണ്. ആക്ച്വലി കേരളത്തിലല്ല, അത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കബനിയുടെ തീരത്തുള്ള പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബാണാസുര സാഗർ ഉണ്ട് കബനി നദിയിൽ. ദെൻ അതുപോലെ തന്നെ കുറുവ ദ്വീപ് ഉണ്ട്. ദെൻ നാഗർഹോള ദേശീയോദ്യാനം. അപ്പൊ മറക്കണ്ട, നമ്മൾ ഏതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? കബനി നദിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കബനി നദിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 240 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിലൂടെ ഇത് ഒഴുകുന്നത് 56.6 കിലോമീറ്റർ മാത്രമാണ്. ഇത് കേരളത്തിലൂടെ ഒഴുകുന്നത് വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിച്ച് വയനാട് ജില്ലയിലൂടെ ഒഴുകിയിട്ട് ഇത് എവിടെ പോയാണ് പതിക്കുന്നത്? കാവേരി നദിയിൽ വെച്ചാണ് ഇത് പതിക്കുന്നത്. ദെൻ ബാണാസുര സാഗർ ഡാം, കുറുവ ദ്വീപ്, നാഗർഹോള ദേശീയോദ്യാനം ഇതൊക്കെ കബനി നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ദെൻ കബനിയുടെ പ്രധാന പോഷക നദികളാണ് മാനന്തവാടി പുഴയും അതുപോലെ തന്നെ പനമരം പുഴയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ, ഏതൊറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയും ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ എന്ന്, അല്ലെ? ഏതൊറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ അത് പറയും. കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? കബനിയാണ്. ഓക്കെ, കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി. ഓക്കെ, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏതാണ്? കബനിയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത് എന്ന് ചോദിച്ചാലും അതിന് നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. എന്നാൽ കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന വടക്കേ അറ്റത്ത് നദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതായിരിക്കണം? കബനി ആയിരിക്കണം. അപ്പൊ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നദി എന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്, മാറ്റമൊന്നുമില്ല, സംശയമൊന്നും വേണ്ട. എന്നാൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കബനിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി, കർണാടകത്തിൽ നിന്ന് ഒരുപാട് നദികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. വളപട്ടണം പുഴ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷിറിയ നദി വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മഞ്ചേശ്വരം പുഴയൊക്കെ കർണാടക ആ ബോർഡർ ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് നദികൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് പോകുന്ന ഒരൊറ്റ നദിയേ ഉള്ളൂ. അത് ഏതാണ്? അത് കബനി നദിയാണ്. ദെൻ കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. ചില രേഖകളില് പ്രാചീന കാലത്തെ പേരാണ് കപില എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും കബനിയുടെ മറ്റൊരു പേരാണ്. പ്രാചീന പേരാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു പേരാണെങ്കിലും അത് എന്താണ്? കബനിയുടെ പേര് തന്നെയാണ് കപില എന്ന് പറയുന്നത്. ദെൻ കബനി നദി കാവേരി നദിയുമായിട്ട് കൂടിച്ചേരുന്നത് കർണാടകത്തിൽ വെച്ചാന്ന് പറഞ്ഞു, അല്ലെ? കർണാടകയില് എവിടെ വെച്ചാണ് ഇത് കൂടിച്ചേരുന്നത് എന്നറിയോ? കർണാടകയിൽ വെച്ചാണ് കൂടിച്ചേരുന്നത്. എവിടെ വെച്ചാണ് കൂടിച്ചേരുന്നത്? തിരുമാക്കുടലിൽ വെച്ചിട്ടാണ്. തിരുമാക്കുടൽ. ഓക്കെ, തിരുമാക്കുടൽ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ഇത് കൂടിച്ചേരുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ കബനിയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത്, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? കബനിയാണ്. ദെൻ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി, ഓക്കെ, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയായിട്ട് പറയുന്നത് ഏതാണ്? കബനിയാണ്. ദെൻ കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത്? കപില എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? കപില. അത് പ്രാചീന കാലത്തെ പേരാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ദെൻ കബനി നദി കർണാടകത്തിലെ തിരുമാക്കുടൽ വെച്ചിട്ടാണ്, ഓക്കെ, കർണാടകത്തിലെ തിരുമാക്കുടൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഏതുമായിട്ട് കൂട്ടിമുട്ടുന്നത്? കാവേരിയുമായിട്ട് കൂട്ടിമുട്ടുന്നത് കേട്ടോ. ഓക്കെ, കബനി നദി ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് നേരെ പോകാം. കബനി കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് വരുമ്പോൾ അടുത്തത് ഏതാണ്? ഭവാനിയാണ്. എത്രയാണ് ഭവാനി നദിയുടെ നീളം? എത്രയാണ്? കബനി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ഭവാനി നദിയെ കുറിച്ചാണ്. ഭവാനി നദിയുടെ നീളം എത്രയാണ്? ഭവാനി നദിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 217 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിലൂടെ ഇത് ഒഴുകുന്നത് 37.5 കിലോമീറ്റർ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഭവാനി നദിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 217 കിലോമീറ്റർ. എന്നാൽ ഇത് കേരളത്തിലൂടെ ഒഴുകുന്നത് എത്രയാണ്? 37.5 കിലോമീറ്റർ ആണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നീലഗിരി കുന്നുകളിൽ നിന്നാണ്. നീലഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭവാനി നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകിയിട്ട് എവിടെ പതിക്കുകയാണ്? കാവേരി നദിയിൽ പതിക്കുകയാണ്. ഓക്കെ, അപ്പൊ നീലഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകിയിട്ട് ഇത് എവിടെ പതിക്കുകയാണ്? കാവേരി നദിയിൽ പതിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നീലഗിരി ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്ടിലാണ്. ഇതിപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയാണേ.
കേരള തമിഴ്നാട് ബോർഡർ. ഓക്കെ, ഇത് തമിഴ്നാട്, ഇത് കേരളം. അപ്പൊ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നിൽ നിന്നും ഇത് ഉത്ഭവിക്കും. ഓക്കെ, തമിഴ്നാട്ടിലെ നീലഗിരി കുന്നിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ ഒരു 37.5 കിലോമീറ്റർ ഒഴുകിയിട്ട് ഇത് വീണ്ടും തമിഴ്നാട്ടിലേക്ക്. മനസ്സിലായോ? കബനി നദി കേരളത്തിൽ ഭവാനി നദി കേരളത്തിൽ ഉത്ഭവിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം ഒരിക്കലും എന്നല്ല, കേരളമല്ല. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ 37.5 കിലോമീറ്റർ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പുള്ളിക്കാരി ഭവാനിയാണ് അല്ലെ, വീണ്ടും എങ്ങോട്ട് തന്നെ പോവുകയാണ്? നമ്മുടെ തമിഴ്നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ പറയാം, തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാലും അതിന്റെയും ഉത്തരം ഏത് തന്നെയാണ്? ഭവാനി തന്നെയാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഭവാനി നദിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടുണ്ട്, അതാണ് മുക്കാലി തടയണയാണ്. ഓക്കെ, ഭവാനി നദിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അണക്കെട്ട് ഏതാണ്? മുക്കാലി തടയണയാണ് ഭവാനി നദിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അണക്കെട്ട്. ദെൻ ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഏതൊക്കെയാണ്? ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശിരുവാണി, കൊടങ്ങരപ്പള്ളം, വരഗാറ് എന്നിവയൊക്കെയാണ് ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കേട്ടോ. ഏതൊക്കെയാണ് ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്? ശിരുവാണി, കൊടങ്ങരപ്പള്ളം, വരഗാർ ഒക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. അപ്പൊ ഭവാനി നദി ഓർത്തു വെക്കുക. എത്രയാണ് ഭവാനി നദിയുടെ ദൂരം? എത്രയാണ്? ലെങ്ത് എത്രയാണ്? 217 കിലോമീറ്റർ ആണ്. എന്നാൽ കേരളത്തിന് എത്രയേ ഉള്ളൂ? 37.5 കിലോമീറ്റർ മാത്രമാണ്. ഇത് കേരളത്തിൽ ഒഴുകുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലെ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോയി കാവേരി നദിയിൽ പതിക്കുന്ന നദിയാണ് ഏതാണ്? ഭവാനിപ്പുഴ. ഭവാനിപ്പുഴയിലാണ് മുക്കാലി തടയണ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ശിരുവാണി, കൊടങ്ങരപ്പള്ളം, വരഗാർ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ അതേ പോയിന്റ് ആണ് വീണ്ടും ആവർത്തിക്കുന്നത്, ശ്രദ്ധിച്ചോ. എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഏക നദിയാണ് ഏതാണ്? ഭവാനി കേട്ടോ. അപ്പൊ ബാക്കിയുള്ളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴയുണ്ട് നമുക്ക്, അതുപോലെ തന്നെ പെരിയാർ ഉണ്ട് നമുക്ക്, ദെൻ ചാലക്കുടിയാർ ഉണ്ട് നമുക്ക്. പക്ഷെ അതൊക്കെ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചിട്ട് പിന്നെ കംപ്ലീറ്റ്ലി കേരളത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഭവാനി മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുകയും കേരളത്തിലേക്ക് വന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്ന നദി കേട്ടോ. ദെൻ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ഏതാണ്? ഭവാനിപ്പുഴയാണ്. ദെൻ തമിഴ്നാട്ടിലെ ശിരുവാണിയാണ്, ഭവാനിയുടെ പോഷക നദിയായിട്ടുള്ള ശിരുവാണിയാണ് ഏത്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയായിട്ട് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന് കുടിവെള്ളം നൽകുന്ന ശിരുവാണി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലാണ്. ഓക്കെ, അപ്പൊ ശിരുവാണി അണക്കെട്ട് എവിടെയാണുള്ളത്? കേരളത്തിലാണ്. പല ആളുകളും ട്രക്കേഴ്സ് ഒക്കെ പോവാറുണ്ട്, നിങ്ങളും റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ശിരുവാണി കേരളത്തിലാണ്. പക്ഷേ ശിരുവാണി അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? കോയമ്പത്തൂർ നഗരത്തിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ദെൻ ഭവാനി തമിഴ്നാട്ടില് കൽക്കണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലെ ഏത് പ്രദേശത്ത് വെച്ചാണ് ഭവാനി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കൽക്കണ്ടിയൂർ എന്ന പ്രദേശത്ത് വെച്ചാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഏക നദി, ഓക്കെ, ഏക നദിയാണ് ഏതാണ്? ഭവാനിയാണ്. ദെൻ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ശിരുവാണി. ദെൻ ഈ ശിരുവാണി നദിയിൽ പണിതിട്ടുള്ള ശിരുവാണി അണക്കെട്ടിൽ നിന്നുമാണ് ഏതാണ്? കോയമ്പത്തൂർ നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടെത്തിക്കുന്നത്. ദെൻ ഭവാനി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് കൽക്കണ്ടിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്? തമിഴ്നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയും കൂടെ നമുക്ക് പറയാൻ ബാലൻസ് ഉള്ളൂ. ഏതാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ആ ലാസ്റ്റ് വൺ? ഏതാ? കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയും കൂടെ നമുക്ക് പറയാൻ ബാലൻസ് ഉള്ളൂ. ഏതാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ആ അവസാനത്തെ നദിയാണ്? ഏതാണ്? യെസ്, പാമ്പാറാണ്. ഓക്കെ, ഏതാണ് ആ നദി? ഏതാണ്? പാമ്പാറാണ് അത്. പാമ്പാറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 31 കിലോമീറ്റർ ആണ്. ഓക്കെ, പാമ്പാറിന്റെ ടോട്ടൽ ലെങ്ത് 31, അതിൽ 25 കിലോമീറ്ററും ഇത് ഏതിലൂടെ ഒഴുകുകയാണ്? കേരളത്തിലൂടെ ഒഴുകുകയാണ്. ഓക്കെ, ദെൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ തേയിലത്തോട്ടത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി എവിടെ പതിക്കുകയാണ്? കാവേരി നദിയിൽ പതിക്കുകയാണ്. ഓക്കെ, അപ്പം ദേവികുളം താലൂക്കിലെ ബെന്മൂർ തേയിലത്തോട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകിയിട്ട് എവിടെയാണ് ഇത് പതിക്കുന്നത്? കാവേരി നദിയിലാണ് ഇത് പതിക്കുന്നത്. ഇതിന്റെ പോഷക നദികളാണ് ഇരവിക്കുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. അതില് തേനാറിന്റെ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ തേനാറ് എന്ന് പറയുന്നത്, ഓക്കെ, ഈ തേനാറ് നദിക്ക് വേറെ പേരും കൂടി ഉണ്ട്, അറിയോ?
തേനാർ നദിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, വട്ടവട പുഴ എന്ന് പറയും. വട്ടവട നദി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? തേനാറിനെയാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? വട്ടവട പുഴ അല്ലെങ്കിൽ വട്ടവട നദി എന്ന് അറിയപ്പെടുന്നത്. ഇത് തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട, നമ്മുടെ പാമ്പാറിന്റെ തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഈ തേനാർ. അപ്പൊ ഈ തേനാർ ഇങ്ങനെ വരുവാണ്. ശ്രദ്ധിക്കട്ടോ, തേനാർ ഇങ്ങനെ വരുവാണ്. തേനാർ ഇങ്ങനെ വന്നിട്ട് ഒരു പോയിന്റിൽ വെച്ചിട്ട് ഏതുമായിട്ട് കൂട്ടിമുട്ടും? ഏതുമായിട്ട് കൂട്ടിമുട്ടും? നമ്മുടെ പാമ്പാറുമായിട്ട് കൂട്ടിമുട്ടും. ഈ പോയിന്റിന്റെ അവിടുന്ന് അങ്ങോട്ട് ഏതിന്റെ പേര് മാറി? നമ്മുടെ പിന്നെ തേനാറും ഇല്ല, പാമ്പാറും ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്ന നദിക്ക് പുതിയ പേര് കിട്ടി. അതാണ് അമരാവതി. ഈ അമരാവതിയാണ് പിന്നെ സത്യം പറഞ്ഞ കാവേരി നദിയിൽ പോയി പതിക്കുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇപ്പൊ നമ്മള് ഇരവിക്കുളം ചേരുമ്പോഴും മയിലാടി ചേരുമ്പോഴും തീർത്ഥമല ചേരുമ്പോഴും ചെങ്കലാർ ചേരുമ്പോഴും ഒക്കെ പാമ്പാറുമായിട്ട് തന്നെ നിൽക്കുവാണ്, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വട്ടവടപ്പുഴ അല്ലെങ്കിൽ വട്ടവട നദി എന്ന് അറിയപ്പെടുന്ന തേനാർ തമിഴ്നാട്ടിലൂടെയാണ് അത് പ്രധാനമായിട്ട് ഒഴുകുന്നത്. കുറച്ച് നമുക്കറിയാലോ, വട്ടവട എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രദേശമാണെങ്കിലും തമിഴ്നാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് വട്ടവട. അപ്പോൾ ആ വട്ടവടയിലൂടെ ഒഴുകുന്ന നദി തന്നെയാണ് ഈ തേനാർ അല്ലെങ്കിൽ വട്ടവടപ്പുഴ എന്ന് പറയുന്നത്. അത് മെജോറിറ്റി ഏരിയയും ഒഴുകുന്ന തമിഴ്നാട്ടിലൂടെയാണ്. അപ്പൊ തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന ഈ തേനാർ ഇങ്ങനെ വന്നിട്ട് ഒരു പോയിന്റിൽ വെച്ചിട്ട് ആരുമായിട്ട് കൂടിച്ചേരും? നമ്മുടെ പാമ്പാറുമായിട്ട് കൂടിച്ചേരും. ഓക്കെ, അപ്പൊ പാമ്പാർ പ്ലസ് തേനാറായി. പാമ്പാറും തേനാറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരില്ല? പാമ്പാറും ഇല്ല, തേനാറും ഇല്ല, പുതിയൊരു നദിയാണ് പിന്നെ ഉണ്ടാവുന്നത്. അതാണ് അമരാവതി. ഈ അമരാവതിയാണ് പിന്നെ പോയിട്ട് എവിടെ പതിക്കുന്നത്? ആക്ച്വലി കാവേരി നദിയിൽ പതിക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോഴാണ് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഈ ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ബേസിക് ആയിട്ടുള്ള കാര്യമൊക്കെ എല്ലാവരും ഒരുപോലെ പഠിക്കുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എവിടെ എത്തി നമ്മള്? ഇനി നമുക്ക് എന്താണ്, പാമ്പാറില് രണ്ട് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് പാമ്പാർ നദിയിലുള്ള? ഒന്നിപ്പോ നിങ്ങൾ ഇപ്പൊ പറയും ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ തൂവാനം വെള്ളച്ചാട്ടം അല്ലാത്ത വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് പാമ്പാറിൽ. ഏതാണ്? തൂവാനത്തെ കൂടാതെയുള്ള മറ്റൊരു വെള്ളച്ചാട്ടമാണ്. ഏതാണ്? കുമ്പക്കാരി. ഓക്കെ, അപ്പൊ തൂവാനം വെള്ളച്ചാട്ടവും കുമ്പക്കാരി വെള്ളച്ചാട്ടവും ഏതൊക്കെയാണ്? തൂവാനം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കുമ്പക്കാരി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ പാമ്പാർ നദിയിലാണ്. ദെൻ പാമ്പാർ നദി ഒഴുകുന്ന ഒരു വന്യജീവി സങ്കേതമുണ്ട്. ഏത് വന്യജീവി സങ്കേതത്തിലൂടെയാണ് പാമ്പാർ നദി ഒഴുകുന്നത്? പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അപ്പൊ പാമ്പാർ നദി ഒഴുകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ പാമ്പാർ നദിയാണ്. ദെൻ അതുപോലെ തന്നെ മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയും ഏത് തന്നെയാണ്? പാമ്പാർ തന്നെയാണ്. മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയായിട്ട് പറയുന്നത്. അപ്പൊ ദേവികുളം താലൂക്കിലെ ബെന്മൂർ തേയിലത്തോട്ടത്തിൽ നിന്നുമാണ് പാമ്പാറിന്റെ ഉത്ഭവം. അവിടെ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഇത് നേരെ പോയിട്ട് കാവേരി നദിയിൽ പതിക്കുന്നു. തമിഴ്നാട്ടിൽ വെച്ചിട്ട് പാമ്പാറിന്റെ നീളം ടോട്ടൽ ലെങ്ത് 31 കിലോമീറ്റർ, കേരളത്തിലൂടെ 25 കിലോമീറ്റർ ആണ്. ഇതിന്റെ പോഷക നദികളാണ് ഇരവിക്കുളം, മയിലാടി, തീർത്ഥമല, ചെങ്കലാർ, തേനാർ. ഈ തേനാറും പാമ്പാറും കൂടി ചേർന്നിട്ട് അമരാവതി നദി ഫോം ചെയ്യുന്നു. ഈ അമരാവതിയാണ് പിന്നെ കാവേരിയിൽ പോയി പതിക്കുന്നത്. ദെൻ ഇതിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് തൂവാനവും അതുപോലെ തന്നെ കുമ്പക്കാരിയും. ദെൻ ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാർ നദിയുടെ തീരത്താണ്. ദെൻ മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പൊ കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് ഈ പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയാണെങ്കിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയായിട്ട് ഏതിനെ പറയാം? പാമ്പാർ പറയാം. അതുപോലെ തന്നെ ഏറ്റവും തെക്കേ അറ്റത്തെ, കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും തെക്കേ അറ്റത്തെ നദിയായിട്ടും ഏതിനെ പറയാം? പാമ്പാർ പറയാം. പാമ്പാർ അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ടല്ലോ. പാമ്പാർ നദി അറിയപ്പെടുന്ന മറ്റൊരു പേര്, പാമ്പാർ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തലയാറാണ്. ഓക്കെ, പാമ്പാർ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏതാണ്? തലയാറാണ് പാമ്പാർ നദി അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ?
ഇനി കേരളത്തിലെ നദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റാൻഡം ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അത് ഞാൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊക്കെ തന്നെയായിരിക്കും, എന്നാലും കുറച്ച് സ്പീഡിൽ നമുക്ക് പറഞ്ഞു പോകും, അറിയാവുന്ന പോയിന്റ് ഒക്കെ അല്ലേ. അപ്പൊ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, മുരാടുപുഴ എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഈ കുറ്റ്യാടിപ്പുഴയാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നതും മുരാടുപുഴ എന്നും അറിയപ്പെടുന്നത് ഏതിനെയാണ്? കുറ്റ്യാടിപ്പുഴയെ തന്നെയാണ്. ദെൻ കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതാണ്? മീനച്ചിലാറാണ്. ഓക്കെ, മീനച്ചിലാറാണ് കേട്ടോ. മീനച്ചിലാർ എന്നാണ്, ടൈപ്പിംഗ് എറർ ആണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, മീനച്ചിലാറാണ്. കോട്ടയം നഗരത്തിലൂടെ, കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതാണ്? മീനച്ചിലാറാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്നത്. നമ്മുടെ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ ഈ മീനച്ചിലാറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. ദെൻ കല്ലായിപ്പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? കല്ലായിപ്പുഴ ഒഴുകുന്നത്, കല്ലായിപ്പുഴ ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലൂടെയാണ്. ഓക്കെ, ഏത് ജില്ലയിലൂടെയാണ് കല്ലായിപ്പുഴ ഒഴുകുന്നത്? ഏതാണ്? കോഴിക്കോട് ജില്ലയിലൂടെയാണ് കല്ലായിപ്പുഴ ഒഴുകുന്നത്. ദെൻ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കഴിഞ്ഞ ദിവസം ഞാൻ ചാലിയാർ എടുത്ത സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തുഷാരഗിരി വെള്ളച്ചാട്ടത്തെ കുറിച്ച്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ചാലിപ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ദെൻ കിള്ളിയാർ, തിരുവനന്തപുരത്താണ് കിള്ളിയാർ. കിള്ളിയാറിന്റെ തീരത്തുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രം ഏതാണ്? കിള്ളിയാറിന്റെ തീരത്തുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഏതാണ്? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഏതാണ്? പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രമാണ്. ഓക്കെ, കിള്ളിയാറിന്റെ തീരത്തുള്ള പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം. ഓക്കെ, കിള്ളിയാറിന്റെ തീരത്തുള്ള പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രമാണ് ഇതിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ടത്. ദെൻ അതുപോലെ തന്നെ വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴയാണ്. ഓക്കെ, ഏതാണ്? കോരപ്പുഴ ആരുടെയാണ്? വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഏതാണ്? കോരപ്പുഴയാണ്. ദെൻ മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ ആയും വേർതിരിക്കുന്നത് ഈ കോരപ്പുഴയാണ് കേട്ടോ. അപ്പൊ ഈ കോരപ്പുഴയാണ് ഏതാണ്? ഉത്തര മലബാറുമായിട്ടും, മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്നത് ആരാണ്? ഈ കോരപ്പുഴയാണ്. ഈ കോരപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടെയുണ്ട്, അതാണ് എലത്തൂർ പുഴ. ഓക്കെ, എലത്തൂർ പുഴ അല്ലെങ്കിൽ എലത്തൂർ പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? കോരപ്പുഴയാണ് എലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത്. ഈ കോരപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് അകലാപ്പുഴയും പുന്നൂർ പുഴയും. അകലാപ്പുഴ ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ടൂറിസത്തിനൊക്കെ ഭയങ്കര പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ് അകലാപ്പുഴ. സോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ചു കാലമായിട്ട് റീസെന്റ് ആയിട്ട് ടൂറിസത്തിനൊക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അകലാപ്പുഴ. ഓക്കെ, അപ്പൊ കോരപ്പുഴയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് അകലാപ്പുഴയും ദെൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് പുന്നൂർ പുഴയാണ് കേട്ടോ. അപ്പൊ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാലിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിള്ളിയാറിന്റെ തീരത്തുള്ള പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രമാണ്. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. ദെൻ മലബാറിനെ ഉത്തര മലബാറും ദക്ഷിണ മലബാറുമായി വേർതിരിച്ചിരിക്കുന്നത് കോരപ്പുഴയാണ്. ദെൻ എലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് കോരപ്പുഴയാണ്. കോരപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് അകലാപ്പുഴയും അതുപോലെ തന്നെ പുന്നൂർ പുഴയുമാണ് ഇതിന് പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? OV വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാണ്? തൂതപ്പുഴയാണ് കേട്ടോ. OV വിജയന്റെ ഗുരുസാഗരം, OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാണ്? തൂതപ്പുഴയാണ്. അപ്പൊ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിലോ? അത് ഇരവഴിഞ്ഞിപ്പുഴയാണ്. ഓക്കെ, SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇരവഴിഞ്ഞിപ്പുഴയും OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തൂതപ്പുഴയുമാണ്. ദെൻ അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയിലാണ്? അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയാണ്? കരമന നദിയിലാണ്. ഓക്കെ, അരുവിക്കരയും പേപ്പാറയും നിർമ്മിച്ചിട്ടുള്ളത് ഏതിലാണ്? കരമനയാറ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദെൻ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മീൻവല്ലം പദ്ധതി ഉള്ളത് തൂതപ്പുഴയിലാണ്. ഓക്കെ, മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൂതപ്പുഴയിലാണ്. ഏതുള്ളത്? മീൻവല്ലം പദ്ധതി മറക്കണ്ട. അപ്പൊ മീൻവല്ലം പദ്ധതി എവിടെയാണ്? തൂതപ്പുഴയിലാണ് മീൻവല്ലം പദ്ധതി ഉള്ളത്. ദെൻ അതുപോലെ തന്നെ
മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്നത്, മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്നതാണ് ഇരവഴഞ്ഞിപ്പുഴയാണ്. ഓക്കെ, മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇരവഴഞ്ഞിപ്പുഴയാണ്. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഇരവഴഞ്ഞിപ്പുഴ. ദെൻ മാനന്തവാടിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കബനി നദിയാണ്. മാനന്തവാടിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? കബനി നദിയാണ് മാനന്തവാടിപ്പുഴ എന്ന് അറിയപ്പെടുന്നത്. അപ്പം OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴയാണ്. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇരവഴഞ്ഞിപ്പുഴയാണ്. അരുവിക്കര പേപ്പാറ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് കരമന നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദെൻ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴയാണ് തൂതപ്പുഴയാണ്. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്നത് ഇരവഴഞ്ഞിപ്പുഴയാണ്. മാനന്തവാടിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? കബനിയാണ് മാനന്തവാടിപ്പുഴ എന്നറിയപ്പെടുന്നത്. ദെൻ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് കുറുമാലിപ്പുഴയാണ്. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ചിമ്മിനി. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതാണ്? കുറുമാലിപ്പുഴയാണ്. അങ്ങനെയാണെങ്കിൽ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കുറുമാലിപ്പുഴയാണെങ്കിൽ കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ബാവലി നദിയാണ്. ഓക്കെ, കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയായിട്ട് പറയുന്നത് ഏതാണ്? ബാവലിപ്പുഴയാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. ദെൻ കണ്ണൂർ ജില്ലയിലാണ് ബാവലിപ്പുഴയുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ കുറുമാലിയുണ്ട്, കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ ബാവലിപ്പുഴയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ഓക്കെ, ആറളം വന്യജീവി സങ്കേതത്തിലൂടെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിലൂടെ. ദെൻ കോട്ടയം പട്ടണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, മീനച്ചിലാറിന്റെ തീരത്താണ് കോട്ടയം പട്ടണം ഉള്ളത്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ വാമനപുരം നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? വാമനപുരം നദി പതിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കായലിലാണ് വാമനപുരം പുഴയുടെ പതനസ്ഥാനം വരുന്നത്. എവിടെയാണ്? അഞ്ചുതെങ്ങ് കായലാണ് അതിന്റെ പതനസ്ഥാനം വരുന്നത്. ദെൻ മൂവാറ്റുപുഴയാറ്. ഓക്കെ, മൂവാറ്റുപുഴയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മൂവാറ്റുപുഴയാറിന്റെ പോഷക നദികൾ, മൂവാറ്റുപുഴയാറിന്റെ പോഷക നദികളാണ് ഏതൊക്കെയാണ്? കോട്ടമംഗലം പുഴ, തൊടുപുഴയാറ്, കാളിയാർ എന്നിവയാണ് മൂവാറ്റുപുഴയാറിന്റെ പ്രധാന പോഷക നദികൾ. ഏതൊക്കെയാണ് മൂവാറ്റുപുഴയാറിന്റെ പ്രധാന പോഷക നദികൾ എന്ന് ചോദിച്ചാൽ കോട്ടമംഗലം പുഴയുണ്ട്, തൊടുപുഴയാറുണ്ട്, കാളിയാറുണ്ട്. ഇതൊക്കെയാണ് മൂവാറ്റുപുഴയാറിന്റെ പ്രധാന പോഷക നദികളായിട്ട് പറയുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഒരു വശം മുഴുവൻ ചുറ്റി ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഏതാണ് ആറ്റിങ്ങൽ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി? തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഒരു വശത്തെ മുഴുവൻ ചുറ്റി ഒഴുകുന്ന നദിയാണ് മാമം പുഴയാണ്. ഓക്കെ, ഏതാണ്? മാമം പുഴയാണ് കേട്ടോ. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഒരു വശം മുഴുവൻ ചുറ്റി ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മാമം പുഴയാണ്. ദെൻ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ് കേട്ടോ. അരുവിക്കര ഡാം എവിടെയാണ്? കരമനയാറിലാണ് അരുവിക്കര ഡാം ഉള്ളത്. ദെൻ ചേരക്കൊമ്പൻ, ഇരക്കൊമ്പൻ എന്നീ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഓലിപ്പുഴയും വേളിപ്പുഴയും കൂടി ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ്? ചേരക്കൊമ്പൻ അതുപോലെ തന്നെ ഇരക്കൊമ്പൻ എന്നീ രണ്ട് മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന രണ്ട് നദികളാണ് ഓലിപ്പുഴയും വേളിപ്പുഴയും. ഈ രണ്ട് പുഴകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കടലുണ്ടിപ്പുഴ രൂപം കൊള്ളുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കടലുണ്ടിപ്പുഴയുടെ രൂപമാണ് ചേരക്കൊമ്പൻ, ഇരക്കൊമ്പൻ. ചേരക്കൊമ്പൻ, ഇരക്കൊമ്പൻ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഓലിപ്പുഴയും വേളിപ്പുഴയും കൂടി ചേർന്നാണ് ഏത് രൂപം കൊള്ളുന്നത്? കടലുണ്ടിപ്പുഴ രൂപം കൊള്ളുന്നത് കേട്ടോ. ദെൻ കർണാടകത്തിലെ ആനേഗണ്ടിയിൽ നിന്ന് ഉത്ഭവിച്ച് അടുക്കസ്ഥലഹോളം, പള്ളത്തടുക്ക ഹോളം എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഷിറിയ പുഴ. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഷിറിയ പുഴയാണ് കേട്ടോ. കർണാടകത്തിലെ ആനേഗണ്ടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അടുക്കസ്ഥലഹോളം, പള്ളത്തടുക്ക ഹോളെ എന്നീ അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ഏതാണ്? ഷിറിയ പുഴയാണ്. ദെൻ പാലക്കാട് ജില്ലയിലെ മംഗല ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മംഗല ഡാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി, പാലക്കാട് ജില്ലയിൽ മംഗല ഡാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മംഗലപ്പുഴയുടെ പോഷക നദിയായ ചെറുകുന്നപ്പുഴയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പാലക്കാട് ജില്ലയിൽ മംഗല ഡാം നിർമ്മിച്ചിരിക്കുന്നത് മംഗലപ്പുഴയുടെ ചെറുകുന്നപ്പുഴ എന്ന പോഷക നദിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ഋഷിമലപ്പുഴ, പശുക്കിടാമേട് പുഴ, രാമക്കൽ തേരിപ്പുഴ എന്നിവ ചേർന്നാണ് അച്ഛൻ കോവിലാർ രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അച്ഛൻ കോവിലാർ രൂപം കൊണ്ടിട്ടുള്ളത് ഏതൊക്കെ ചെറിയ പുഴകൾ ചേർന്നിട്ടാണ്? ഏതൊക്കെയാണ്? ഋഷിമലപ്പുഴ,
പശുക്കിടാമേട് പുഴ, രാമക്കൽ തേരിപ്പുഴ എന്നിവ ചേർന്നാണ് അച്ചൻ കോവിലാറ് എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. ദെൻ ഗൗണനാടി, കവനാറ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ഏതാണ്, മീനച്ചിലാറാണ് കേട്ടോ. ഗൗണനാടി, കവനാറ്, വളഞ്ഞാറ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്, മീനച്ചിലാറാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ദെൻ കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി കൂടിച്ചേരുന്ന സ്ഥലത്ത് ഒരു ദ്വീപ് സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ദ്വീപ് സമൂഹം? ഇതൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കേണ്ടതാണ്. കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഫാക്ട് അല്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കുന്നതല്ലേ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഏതാണ്, കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി ചേരുന്ന സ്ഥലത്ത് രൂപപ്പെട്ട ദ്വീപുകളുടെ കൂട്ടമാണ് മൺട്രോ തുരുത്താണ്. ഓക്കെ, ഏതാണ്, മൺട്രോ തുരുത്താണ് കേട്ടോ. കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി ചേരുന്ന സ്ഥലത്ത് രൂപപ്പെട്ട ദ്വീപുകളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്, മൺട്രോ തുരുത്താണ്. ദെൻ അതുപോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. ദെൻ കുപ്പൻ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കുപ്പൻ നദി ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ കേരളം, കർണാടക എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഏത് ഒഴുകുന്നത്, കുപ്പൻ നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ കുപ്പൻ നദി വളപട്ടണം നദിക്കൊപ്പം സമാന്തരമായി ഒഴുകി മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൂടിച്ചേരുക. മാട്ടൂൽ കണ്ണൂരിലാണ് കേട്ടോ. അപ്പൊ കുപ്പൻ നദി വളപട്ടണം നദിക്കൊപ്പം സമാന്തരമായിട്ട് ഒഴുകിയിട്ട് മാട്ടൂലിൽ വെച്ചിട്ട് കൂടിച്ചേരുകയാണ്. കുപ്പൻ നദി വളപട്ടണം നദിക്കൊപ്പം സമാന്തരമായിട്ട് ഒഴുകി മാട്ടൂലിൽ ചേരുന്നു. കുപ്പൻ നദി പടിനൽക്കാട് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ, കർണാടകത്തിലെ പടിനൽക്കാട് എന്ന പ്രദേശത്ത് നിന്നുമാണ് ഏതിന്റെ ഉത്ഭവം, കുപ്പൻ നദിയുടെ ഉത്ഭവമായിട്ട് പറയുന്നത് കേട്ടോ. വിയ്യൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്, വിയ്യൂർ പുഴ, പുഴക്കൽ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്ന് തന്നെയാണ്, അത് താണിക്കുടം പുഴയാണ്. ഓക്കെ, താണിക്കുടം പുഴ, വിയ്യൂർ പുഴ, പുഴക്കൽ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ്. കേരളത്തിലെ ഏക ലാൻഡ് ലോക്ക്ഡ് റിവർ ആണ് കേട്ടോ. കേരളത്തിലെ ഏക കരബന്ധിത നദിയാണ് വിയ്യൂർ പുഴ, അല്ലെങ്കിൽ താണിക്കുടം പുഴ, അല്ലെങ്കിൽ എന്താണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഒറ്റൊന്ന് തന്നെയാണ് കേട്ടോ, പുഴക്കൽ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ വണ്ണാത്തിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്, വണ്ണാത്തിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് പൂനൂർ പുഴയാണ്. ഓക്കെ, പൂനൂർ പുഴയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, വണ്ണാത്തിപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്, പൂനൂർ പുഴയാണ് വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത്. അപ്പൊ വള്ളിലപ്പുഴയോ, വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്ന തിരൂർ പുഴയാണ്. ഓക്കെ, വള്ളിലപ്പുഴ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്, തിരൂർ പുഴയാണ് വള്ളിലപ്പുഴ. ദെൻ വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്, മണിമലയാറിനെയാണ് വല്ലപ്പുഴ എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കേരളത്തിലെ നദികൾ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു, കഴിയുകയാണ്. ഇനി കേരളത്തിലെ നദികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ഒക്കെ പോയിന്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ PDF ആഡ് ആക്കിയിട്ട് തരാം കേട്ടോ. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.